10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലാസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം 9ാം ക്ലാസ്സിൽ. ഓക്കെ, ഇതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചിട്ടും അതിൽ പേര് കൊടുക്കുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീഥ്, ഈത്, പ്രപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോൺ, ഡെക് എന്നീ വേർഡ് റൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടോ? വേർഡ് റൂട്ട്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ക്ലാസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. മലയാളം മീഡിയം ക്ലാസ് ആണ്, പക്ഷെ അതിന്റെ ബ്രാക്കറ്റ്സിൽ എന്താണ് ഇംഗ്ലീഷിന്റെ ടേംസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ക്ലാസ് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ അത് കണ്ടതിന് ശേഷം 25 മിനിറ്റോ അങ്ങനെ എന്തോ മാത്രമേ ഉള്ളൂ. അത് കണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നമുക്ക് ഈ ഒരു ക്ലാസ് കേൾക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ എന്താണ് കുട്ടികൾ പറയുന്നത്? although the molecular formulae of models of these two compounds made by us are the same, their structural formulae are different, right? അതായത് ഈ രണ്ട് പേര് അല്ലെ, രണ്ട് കോമ്പൗണ്ട്സ്, രണ്ട് മോഡൽസ് ആക്കിയിട്ടുണ്ട് ഇവരുടെ കയ്യിൽ. ഓക്കെ, അപ്പൊ ഈ മോഡൽസിലെ മോളിക്കുലാർ ഫോമുല സെയിം ആണ്. നോക്കൂ, ഇവിടെ 1 2 3 4 4 കാർബൺ, ഇവിടെ 1 2 3 4 4 കാർബൺ. ഹൈഡ്രജന്റെ എണ്ണം എടുത്താലും അത് സെയിം ആണ് ഇതിൽ രണ്ടിലും. അപ്പൊ അത് സെയിം ആണെങ്കിലും അവരുടെ സ്ട്രക്ചറൽ ഫോമുല ഡിഫറെന്റ് ആണ്. അതിന്റെ സ്ട്രക്ചറൽ വ്യത്യാസമുണ്ടല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലെ? then their names too will be different. അങ്ങനെയാണെങ്കിൽ അവയുടെ നെയിംസും എന്താണ് ഡിഫറെന്റ് തന്നെ ആയിരിക്കില്ലേ? അതായത് രണ്ടും കണ്ടോ, കാണാൻ തന്നെ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവയുടെ നെയിംസ് ഡിഫറെന്റ് ആണ്. ആ നെയിംസ് എങ്ങനെ കൊടുക്കുക എന്നൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു അതിന്റെ വിസ്തീർണം, എത്രമാത്രം ഓർഗാനിക് കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. The world of substances formed when carbon combines with elements like hydrogen, oxygen, nitrogen and a few other elements has become indispensable to the modern life. അതായത് ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാർബണിന്റെ കോമ്പൗണ്ട്സ് ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. The study of the structure, അവയുടെ സ്ട്രക്ചർ, നോമൻക്ലേച്ചർ അതിനെ പേരിടുന്ന രീതി, ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂമറസ് സച്ച് കോമ്പൗണ്ട്സ്, അവയുടെ സവിശേഷതകൾ. ന്യൂമറസ് അല്ലെ, അനേകം ഇതുപോലുള്ള കോമ്പൗണ്ട്സിന്റെ ആ ഒരു സ്ട്രക്ചറും അതേപോലെ നോമൻക്ലേച്ചറും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ അതൊക്കെയാണ് പഠിക്കാനുള്ളത് അല്ലെ? അപ്പൊ ആദ്യമായിട്ട് എന്താണ് പറയുന്നത്? ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് 2 ഹൈഡ്രോകാർബൺസ് ആർ ഗിവൻ ബിലോ. രണ്ട് ഹൈഡ്രോകാർബണുകളുടെ സ്ട്രക്ചറൽ ഫോമുലയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? ഹൈഡ്രോകാർബൺ 1, ഹൈഡ്രോകാർബൺ 2. ഇതിന്റെ സ്ട്രക്ചറൽ ഫോമുല ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? സ്ട്രക്ചറൽ ഫോമുല അല്ലെ, 9ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതല്ലേ സ്ട്രക്ചറൽ ഫോമുല എന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്ന്. ഇതുപോലെ എഴുതുന്നതൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ ഫെമിലിയർ വിത്ത് ദ ഫോമുല ഓഫ് ഹൈഡ്രോകാർബൺ 1. ഹൈഡ്രോകാർബൺ 1ന്റെ ആ ഫോമുല നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാകും. ഇത് ഓക്കെ, ഇതിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിലെ ആ ക്ലാസ്സിൽ, ആ ചാപ്റ്ററിൽ. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദിസ് ചെയിൻ? ഈ ചെയിനിൽ ഒന്നാമത്തേതിൽ എത്ര കാർബൺ ആറ്റംസ് ആണുള്ളത്? 1 2 3 4 5 അല്ലെ? 5. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ വേർഡ് റൂട്ട് ഓഫ് ദിസ് കാർബൺ ചെയിൻ? ഇതിന്റെ വേർഡ് റൂട്ട് എന്താണ്? പെന്റ് എന്താണ് ഇതിന്റെ വേർഡ് റൂട്ട് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേർഡ് റൂട്ട് 5 കാർബൺ ആറ്റം ആണെങ്കിൽ പെന്റ് എന്ന് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അനലൈസ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ഹൈഡ്രോകാർബൺ 1 ആൻഡ് അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ നെയിം എന്താണ്? പെന്റെയിൻ എന്നാണ് അല്ലെ? പെന്റെയിൻ എന്നാണ് ഈ ഹൈഡ്രോകാർബൺ 1ന്റെ നെയിം, പെന്റെയിൻ. ഓക്കെ, ആൽക്കെയിൻസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടില്ലല്ലോ നിങ്ങൾ, ഇത് പെന്റെയിൻ ആണ്. അനലൈസ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ഹൈഡ്രോകാർബൺ 1 ആൻഡ് ഹൈഡ്രോകാർബൺ 2. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ഹൈഡ്രോകാർബൺ 1ന്റെയും 2ന്റെ സ്ട്രക്ചറൽ ഫോമുല അല്ലെ, വ്യത്യാസം മനസ്സിലാക്കുക. ഹൗ ഡു ദേ ഡിഫർ in the structure of the carbon chain? Although their molecular formulae are the same, molecular formula same ആണെങ്കിലും their structural formula are different അല്ലേ? അവരുടെ structural formula വ്യത്യാസമുണ്ട്. In hydrocarbon 2 there is a branch, ഒരു ബ്രാഞ്ച് ഉണ്ട് ഇതിൽ. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഇതിനെങ്ങനെ നെയിം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. Have a look at the structural formula of another hydrocarbon with the same molecular formula. അതേ മോളിക്കുലാർ ഫോമുലയുള്ള
എന്താണ് മോളിക്കുലർ ഫോർമുല? C5H12 എന്താണ് അല്ലെ? നോക്കിക്കോ, ഇവിടെ 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്, അതേപോലെ 12 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട്. ഇതിൽ അതേപോലെ തന്നെയാണ്. ഇതേ മോളിക്കുലർ ഫോർമുലയുള്ള ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കോ, 1 2 3 4 5 കാർബൺ ആറ്റങ്ങളുണ്ട്, അതേപോലെ 3 + 3 + 3 + 3 എത്രയാണ്? 12 ഹൈഡ്രജൻ ആറ്റങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം തന്നെയാണ്, ബട്ട് സ്ട്രക്ചറൽ ഫോർമുല ഈസ് ഡിഫറെന്റ്. ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയിൽ വ്യത്യാസമുണ്ട് അല്ലേ? It's clear that carbon atoms can form branched compounds. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കാർബൺ ആറ്റംസിന് ഇതുപോലെയുള്ള കോമ്പൗണ്ട്സ് മാത്രമല്ല, ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഇതുപോലെ ബ്രാഞ്ചസ് ഉള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അവയുടെ നോമൻക്ലേച്ചർ, അവയ്ക്ക് എങ്ങനെ പേരിടുന്നു എന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആവശ്യമാണല്ലോ. ഓക്കെ, ഫസ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്. അതായത് ഒരു ബ്രാഞ്ച് ഉള്ള ഇതുപോലുള്ള ആൽക്കെയിൻസിന് എങ്ങനെ പേര് കൊടുക്കാം, എങ്ങനെ നെയിം കൊടുക്കാം എന്ന് നോക്കാം. The structural formula of a hydrocarbon with 1 branch is given below. ഒരു ബ്രാഞ്ച് ഉള്ള ഒരു ബ്രാഞ്ച് ഉള്ള ഒരു ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന് പേരിടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, certain IUPAC rules are to be followed while naming such branched hydrocarbons. ഇതുപോലെ ബ്രാഞ്ച് ഉള്ള ഹൈഡ്രോകാർബൺസിന് പേര് കൊടുക്കുമ്പോൾ certain rules are to be followed. ചില നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ഓക്കെ, അതനുസരിച്ച് വേണം നമ്മൾ ഇതിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. നോക്കാം, ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. The longest chain containing maximum number of carbon atoms should be considered as the main chain and the remaining as branches. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ലോങ്സ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, അതായത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് ഉള്ള ആ നീളം കൂടിയ ചെയിൻ ആണ് മെയിൻ ചെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നോക്കാം, നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് നോക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഓക്കെ, അതാണ് ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 4 അല്ലെ? 4 കാർബൺ ആറ്റംസ് ഉണ്ട് ഇങ്ങനെ ഒരു ചെയിൻ കൺസിഡർ ചെയ്താൽ. അതിൽ ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ട് അല്ലെ? ഇനി ഇതേ കാര്യം നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മളൊരു ചെയിൻ കൺസിഡർ ചെയ്യുന്നു. ഇതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 4 ആണ്. ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യവും ഇപ്പൊ പറഞ്ഞ ഈ ഒരു ചെയിനും ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. 4 എണ്ണം ഉണ്ട്. ഇനി ഒരു ചെയിനും കൂടെ നമുക്ക് ഇത് നോക്കാം അല്ലെ? എങ്ങനെയാണ്? ഇങ്ങനൊരു ചെയിനും കൂടെ നമുക്ക് നോക്കാം. പക്ഷേ ഇതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഈ റൂൾ അനുസരിച്ചിട്ട് ലോങ്സ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് അല്ലെ? അപ്പൊ 3 അല്ലല്ലോ, 4 അല്ലേ മാക്സിമം നമുക്ക് കിട്ടിയത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് മെയിൻ ചെയിൻ കൺസിഡർ ചെയ്യാം അല്ലെ? ഇതിൽ ഇങ്ങനെ ഒരു മെയിൻ ചെയിൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്താൽ ആൻഡ് ദ റിമൈനിങ് ആസ് ബ്രാഞ്ചസ്, ഇവിടെ ബാക്കിയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ബ്രാഞ്ച്, ഇതിന്റെ ശാഖയായിട്ട് കൺസിഡർ ചെയ്യും. ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ ഇങ്ങനെ ഒരു ചെയിൻ നോക്കിയാൽ ഇതിൽ 1 2 3 4 5 കാർബൺ ആറ്റംസ് ഉണ്ടല്ലേ? അതേസമയം നമ്മൾ ഇങ്ങനെയാണ് ചെയിൻ കൺസിഡർ ചെയ്യുന്നതെങ്കിലോ 1 2 3 4 കാർബൺ ആറ്റംസ് മാത്രമേ ഈ ഒരു ചെയിനിലുള്ളൂ. അപ്പൊ നമുക്ക് അതല്ല കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ബ്രാഞ്ചും കിട്ടി, ഇവിടെ ഒരു മെയിൻ ചെയിനും കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് carbon atom carrying branch gets the lowest number. For this, you can start by numbering either from the right or from the left of the chain. അതായത് numbering should be done in such a way that ഈ ഒരു രീതിയിൽ, ഏത് രീതിയിലാണ്? that the carbon atom carrying branch gets the lowest number. നമ്മൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടിയാൽ നമുക്ക് നമ്പർ കൊടുക്കുന്നത് എങ്ങനെയൊക്കെ ചെയ്യാം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൊടുക്കാം അല്ലെ? 1 2 3 4 ഇങ്ങനെ കൊടുക്കാൻ തോന്നും അല്ലെ? നമുക്ക് ഈ ഒരു രീതിയിൽ നോക്കാമല്ലോ, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കാമല്ലോ. 1 2 3 4. ഇതിൽ ഏതാണ് ശരിയായ രീതി എന്ന് എങ്ങനെ അറിയാം? കാർബൺ ആറ്റം ക്യാരിയിങ് ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? നോക്കുക, ഇവിടെ ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് 3 എന്ന നമ്പറാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ? അതേസമയം നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ കൊടുത്തപ്പോൾ ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് 2 എന്ന നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് റൂൾ അനുസരിച്ച് അറിയാം ലോവസ്റ്റ് നമ്പർ ആണ് കിട്ടേണ്ടത്. അതായത് ഇതാണ് ശരി. ഓക്കെ, ഇവിടെ അല്ലേ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്? A carbon chain containing 1 branch is given below. Note that it is numbered in 2 ways അല്ലെ? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, 2 വേസിൽ നമ്പർ ചെയ്താൽ കൊടുത്തിട്ടുള്ളത്.
Which of the above chains has the lowest position number for the carbon atom carrying the branch? ഏതാണ്? ഇതല്ലേ ലോവസ്റ്റ് പൊസിഷൻ കിട്ടിയിട്ടുള്ളത്. Put a tick mark against the appropriate one. 2 ആണ് കറക്റ്റ്. ഇനി അടുത്ത റൂൾ നോക്കാം. The small branches attached to carbon atoms are called alkyl groups. ഈ അറ്റാച്ച് ചെയ്ത ബ്രാഞ്ചസ് എന്താണ് അറിയപ്പെടുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. An alkyl group is obtained when a hydrogen atom is removed from a carbon atom in a saturated hydrocarbon. Saturated hydrocarbon എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ നിന്ന് റിമൂവ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കോളൂ. ഒരു മീഥെയിൻ മോളിക്യൂളിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ CH4 മീഥെയിൻ മോളിക്യൂൾ ആണല്ലേ. അപ്പൊ ഈ മീഥെയിൻ ഇതില് CH4ൽ നിന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്താൽ കണ്ടോ CH3 കിട്ടി അല്ലേ. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ട് അല്ലേ, അതായത് ഒരു ബോണ്ട് ഫോം ചെയ്യാൻ കഴിയും ഇതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഈ കാർബൺ ആറ്റത്തിന്. അതായത് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യമാണല്ലോ ഉള്ളത്. അപ്പൊ ഇവിടെ കാർബൺ ആറ്റത്തിന് 4 ഇലക്ട്രോൺസ്, 1 2 3 4. പിന്നെ ഹൈഡ്രജന്റെ ഓരോ ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ടിലായി. അപ്പൊ 1 2 3 4 5 6 ഇലക്ട്രോൺസ് ഇപ്പൊ ഓക്കെ ആയി അല്ലെ. ഇനി ഇവിടെ 7 ഒന്നുകൂടി ഉണ്ട്. അതേസമയം നേരത്തെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ 8 ഇങ്ങനെയായിരുന്നു ഉണ്ടായത്. അതേസമയം ഇപ്പൊ ഇവിടെ ഹൈഡ്രജൻ നഷ്ടപ്പെടുത്തിയാൽ 7 ഇലക്ട്രോൺസ് മാത്രമേ ഇതിന് കിട്ടിയിട്ടുള്ളൂ അല്ലെ. 1 2 3 4 5 6, ഇവിടെ 7 മാത്രമേ ഉള്ളൂ. അതായത് ഇതിനൊരു ബോണ്ട് ഫോം ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഇത് മറ്റു കോമ്പൗണ്ട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ ബ്രാഞ്ച് ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഉണ്ടോ CH3 ഈ ഒരു ഭാഗത്തെ കൂടെ ഇതിന് ബ്രാഞ്ച് ആയിട്ട് നിൽക്കാൻ കഴിയും. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് താഴെ. That is, when a hydrogen atom is removed from saturated hydrocarbon എന്ന് പറഞ്ഞാൽ അതിലെന്താണ് സിംഗിൾ ബോണ്ട് മാത്രം ഉണ്ടാകും. അതായത് അതേസമയം അൺസാച്ചുറേറ്റഡ് പറഞ്ഞാൽ അതിൽ ഡബിൾ ബോണ്ട് ഒക്കെ ഉണ്ടാകും കാർബൺ ആറ്റംസിന് ഇടയിൽ. ഓക്കെ, when a hydrogen atom is removed from a CH4 molecule, ഒരു CH4 മോളിക്യൂളിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്താൽ CH3 ഗ്രൂപ്പ് ഈസ് ഒബ്റ്റൈൻഡ് അല്ലെ, CH3 കിട്ടും. ദിസ് ഈസ് കോൾഡ് എ മീഥൈൽ ഗ്രൂപ്പ്. മീഥൈൽ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മീത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു കാർബൺ ആറ്റം ഉണ്ടാകുമ്പോഴാണ് അല്ലേ അങ്ങനെ ഒരു പേര് കിട്ടുന്നത്, മീത്ത് എന്ന്. മീഥൈൽ ഗ്രൂപ്പ് എന്ന് ഇവിടെ പറയും. An alkyl group is named by adding "-yle", okay, "-yle" to the word root. ആ വേർഡ് റൂട്ട്, അതായത് ഇവിടെ മീത് എന്ന വേർഡ് റൂട്ടിനോട് "-yle" എന്ന് ചേർക്കുമ്പോൾ നമുക്ക് ആ വേർഡ് റൂട്ട് ഓഫ് ദ കറസ്പോണ്ടിങ് ആൽക്കെയിൻ, അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പേര് കിട്ടുന്നത് മീഥൈൽ. ആ താഴെ കൊടുത്തിട്ടുള്ളത് നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ that's equal to എന്താണ്, വേർഡ് റൂട്ട് കറസ്പോണ്ടിങ് ടു ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഓർ ആറ്റംസ് ഇൻ ദ ബ്രാഞ്ച്. ഈ ഒരു ബ്രാഞ്ചിൽ ഇവിടെ നോക്കുക, ഈ ഒരു ബ്രാഞ്ചിൽ ഈ കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ബ്രാഞ്ചസിൽ എത്ര കാർബൺ ആറ്റം അല്ലെങ്കിൽ ആറ്റംസ് ഒന്നിലധികം ഉണ്ടാവും അല്ലെ, ഉണ്ട് എന്നതിന്റെ ആ വേർഡ് റൂട്ട്. അപ്പൊ ഇവിടെ ഒരു കാർബൺ ആകുമ്പോൾ മീത്ത്, 2 കാർബൺ ആകുമ്പോൾ ഈത്ത്, 3 ആകുമ്പോൾ പ്രൊപ്പ്, അങ്ങനെയല്ലേ. പിന്നെ ഐൽ എന്ന് ചേർത്തിട്ടുണ്ട് ഓരോന്നിനും. അതാണ് മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ എന്ന് കിട്ടിയിരിക്കുന്നത്. അടുത്ത എന്താണ്, while writing the IUPAC name, a hyphen is used to separate numerals and alphabets. അതായത് അക്കങ്ങളും അക്ഷരങ്ങളും നമ്പേഴ്സ് ഒക്കെ കൊടുക്കുന്നില്ലേ, അതും പിന്നെ അക്ഷരങ്ങൾ കൊടുക്കുന്നത്, അതിനിടയിൽ ഒരു ഹൈഫൻ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കണ്ടോ, ഒരു നെയിം എഴുതിയപ്പോൾ ഇവിടെ ഒരു നമ്പർ ഉണ്ട് അല്ലേ, ഇവിടെയോ ആൽഫബറ്റ് ആണ് M. ഓക്കെ, മീഥൈൽ. അപ്പൊ ഇതിനിടയിൽ ഒരു ഹൈഫൺ കൊടുത്തിട്ടുണ്ട്, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നിയമം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്ന കാര്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, ആ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ, പിന്നെ ഒരു ഹൈഫൻ, പിന്നെ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം, പിന്നെ നമ്മളൊരു ആ ചെയിൻ കൺസിഡർ ചെയ്തിട്ടുണ്ടല്ലോ, മെയിൻ ചെയിൻ, അതിന്റെ വേർഡ് റൂട്ട് എന്താണെന്ന്, പിന്നെ അതിന്റെ വേർഡ് റൂട്ട് കഴിഞ്ഞാൽ അത് സഫിക്സ്. ഇവിടെ എന്താണ്, എയിൻ എന്ന സഫിക്സ് ആണ് അല്ലെ, എയിൻ എന്ന സഫിക്സ്. നമുക്ക് നോക്കാം, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ കാര്യം മനസ്സിലാകും കൃത്യമായിട്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഉണ്ട്. Let's examine how to write the IUPAC name of the compound given below.
based on these rules. ഈ റൂൾസ് അനുസരിച്ച് നോക്കുക. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ ഏതാണ്? ഇത് മെയിൻ ചെയിൻ അല്ലേ? 1 2 3 4 5 കാർബൺ ആറ്റംസ് മെയിൻ ചെയിനിൽ. അതിനേക്കാളും വലിയൊരു ചെയിൻ നിങ്ങൾക്ക് ഇതിൽ എടുക്കാൻ കഴിയുമോ? ഇല്ല, 5 ആണ് മാക്സിമം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചെയിനും കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു, ഇങ്ങനെയും ചെയിൻ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു. ഇതിലും 5 തന്നെയല്ലേ? അത് ഏതായാലും കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം ഇങ്ങനെ ചെയിൻ കൺസിഡർ ചെയ്യാം. ഇനി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ എത്രയാണ്? 5. വേർഡ് റൂട്ട് 5 ആണെങ്കിൽ വേർഡ് റൂട്ട് എന്താണ്? പെൻഡ് എന്നാണ് അല്ലെ? പെൻഡ്. സഫിക്സ് എന്താണ് ഇവിടെ? എയിൻ. എയിൻ എന്ന സഫിക്സ് ആണ്. ഓക്കെ, ഇവിടെ കാർബൺ ആറ്റംസിനിടയിൽ സിംഗിൾ ബോൺസ് മാത്രമേ ഉള്ളൂ അല്ലെ? സിംഗിൾ ബോൺസ് മാത്രമേ ഉള്ളൂ. നെയിം ഓഫ് ദ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം എന്താണ്? നമ്മൾ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞു, ഇതെങ്ങനെയാണ് നെയിം കൊടുക്കുന്നത് അല്ലെ? മീഥൈൽ എന്താണ് ഈ ബ്രാഞ്ചിന്റെ നെയിം. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പൊസിഷൻ എങ്ങനെയാണ്? എത്രയാണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ഇടാം. 1 2 3 4 5. അപ്പൊ ഇവിടെ 2 എന്നാണ് നമ്പർ കിട്ടുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇട്ടാൽ 1 2 3 4 എന്ന നമ്പറാണ് കിട്ടുന്നത് ഈ ബ്രാഞ്ചുള്ള കാർബൺ ആറ്റത്തിന്. നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? സ്മോളസ്റ്റ് നമ്പർ കിട്ടണം അല്ലെ? അപ്പൊ 2. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് നമ്പർ ഇടുന്നത് 2. അതായത് 2 എന്ന പൊസിഷൻ. അങ്ങനെ നെയിം എഴുതാലോ? ഇതനുസരിച്ച് നെയിം എഴുതാം. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് 2 ഹൈഫൻ മീഥൈൽ, അതായത് ആ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് മീഥൈൽ. പിന്നെ പെൻറ്റെയ്ൻ. ഓക്കെ, വേർഡ് റൂട്ട് പെൻറ്റ്, പെൻറ്റാണ്, പെൻറ്റെയ്ൻ എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കുക. ഇവിടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? ഇതാണ് മെയിൻ ചെയിൻ. ഓക്കെ, അപ്പൊ ഇതില് 1 2 3 4 5 6 കാർബൺ ആറ്റംസ്. ബ്രാഞ്ചിന്റെ നെയിം എന്താണ്? നമുക്കറിയാം, ഇത് മീഥൈൽ ബ്രാഞ്ച് ആണ് അല്ലെ? മീഥൈൽ. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ചോ? ചെറിയ നമ്പർ കിട്ടണം അല്ലേ? അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇടാം. 1 2 2 എന്ന നമ്പറാണ് കിട്ടുന്നത്. അതേസമയം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ 1 2 3 4 5 എന്ന നമ്പറാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്പർ ഇടുന്നത്. ഓക്കെ, 2 ആണ്. IUPAC നെയിം എഴുതാലോ ഇനി. 2 ആദ്യം പൊസിഷൻ എഴുതി, 2 ഹൈഫൻ, പിന്നെ ബ്രാഞ്ചിന്റെ നെയിം മീഥൈൽ, പിന്നെ ഹെക്സ് അല്ലേ? 6. അപ്പൊ ഹെക്സ്, ഹെക്സ് സഫിക്സ് എയിൻ, ഹെക്സെയിൻ എന്ന് വന്നു. ഓക്കെ, അടുത്തത് ഇവിടെ ചെയിൻ നമുക്ക് കൺസിഡർ ചെയ്യാം. എത്രയാണ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ? 4 ആണല്ലേ? 4. ബ്രാഞ്ച് മീഥൈൽ തന്നെയാണ്. പൊസിഷൻ 1 2, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ഇടണം അല്ലെ? 1 2 2 ആണ്. അപ്പൊ നമുക്ക് നെയിം എന്താണ്? നെയിം എന്ത് കിട്ടും? 2 ഹൈഫൻ മീഥൈൽ ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിൻ അല്ലെ? 4 വരുമ്പോ ബ്യൂട്ടെയിൻ വരും. ഇവിടെയോ? ഇവിടെ ലോങ്സ്റ്റ് ചെയിൻ ഏതാണ്? ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ പോകും. എന്തല്ലേ ഇപ്പോഴല്ലേ നമുക്ക് ഹയർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കിട്ടുന്നത്. എത്ര കിട്ടും? 6 കിട്ടും. 1 2 3 4 5 6. നമ്പർ എങ്ങനെ ഇടണം? ഇതല്ലേ ബ്രാഞ്ച്. ബ്രാഞ്ചുള്ള കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ ഇടണം. നമുക്ക് ഇങ്ങനെ കൊടുത്തു നോക്കാം, ഈ ഒരു രീതിയിൽ കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ എത്ര നമ്പർ കിട്ടും നോക്കാം. 1 2 3 എന്ന നമ്പറാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിലോ, ഇതിന് 1 2 3 4 എന്ന നമ്പറാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്പർ ഇടേണ്ടത്. അതായത് ഇതിന് 1, ഇതിന് 2, ഇതിന് 3 എന്ന രീതിയിൽ നമ്പർ ഇടണം. ഓക്കെ, അതാണ് ഇവിടെ പൊസിഷൻ 3 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നെയിം കൊടുക്കാമല്ലോ ഇനി. 3 മീഥൈൽ. ഓക്കെ, മീഥൈൽ. ഹെക്സെയിൻ അല്ലെ? ഹെക്സെയിൻ. ഓക്കെ, അടുത്തത് ഇതിൽ നമുക്ക് ലോങ്സ്റ്റ് ചെയിൻ എങ്ങനെ എടുക്കാം? ഇങ്ങനെ എടുത്താൽ, ഈ ഒരു രീതിയിൽ ചെയിൻ എടുത്താൽ അതിൽ എത്ര? 1 2 3 4 5. ഈ ഒരു രീതിയിൽ ചെയിൻ എടുത്താൽ അതിൽ എത്രയുണ്ട്? 1 2 3 4 5. അപ്പൊ ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 5 മാക്സിമം കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തു. നെയിം എന്താണെന്ന് നോക്കണ്ടേ? ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 5. ഗ്രൂപ്പ് ഏതാണ്? 2 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ ഗ്രൂപ്പിൽ? അപ്പോൾ ഈഥൈൽ അല്ലെ? ഈത്ത് എന്ന രീതിയിൽ വരും. ഈഥൈൽ എന്ന് വരും. ശ്രദ്ധിക്കുക, ഈഥൈൽ. പൊസിഷനോ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇട്ടാൽ 1 2 3. ഇതിന് 3 എന്ന നമ്പർ കിട്ടും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ഇട്ടാലും 1 2 3 എന്ന നമ്പർ കിട്ടും. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നമ്പർ ഇടാം. 3 എന്ന പൊസിഷനാണ് കിട്ടുന്നത്. പേരെന്താണ്? 3 ഈഥൈൽ പെൻറ്റെയിൻ. പെൻറ്റെയിൻ 5 വന്നതുകൊണ്ട് പെൻറ്റ് അല്ലെ? മെയിൻ ചെയിൻ. ആ മെയിൻ ചെയിനിന്റെ ഭാഗമാണ് നമുക്ക് ഇവിടെ ലാസ്റ്റ് കിട്ടുന്നത് അല്ലെ? പെൻറ്റെയിൻ. കണ്ടോ? മെയിൻ ചെയിൻ പെൻറ്റെയിൻ. അതിനു മുമ്പ് നമ്മൾ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. 3 ഈഥൈൽ പെൻറ്റെയിൻ. ഈ ഒരു കാര്യം നമുക്ക് ബ്രാഞ്ച് ഈ രീതിയിൽ എടുത്താലും ഇതേ പേരാണോ കിട്ടുന്നത് നോക്കാം. എങ്ങനെ? ഇതാ ബ്രാഞ്ച് ഈ ഒരു രീതിയിൽ എടുക്കാൻ പറഞ്ഞല്ലോ.
ഇങ്ങനെ എടുത്താലും നെയിം സെയിം ആണെന്ന് നോക്കാം. ഇതല്ലേ ബ്രാഞ്ച്, നമ്പർ കൊടുക്കാം 1 2 3 4 5. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്താലോ 1 2 3 4 5. ഏത് രീതിയിൽ വേണം നമ്പർ കൊടുക്കാം. അപ്പൊ 3 എന്ന നമ്പർ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബ്രാഞ്ച് ഏത് തന്നെയാണ്, ഈഥൈൽ തന്നെയാണ്, പൊസിഷൻ 3 തന്നെയാണ്. ഈ മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റംസ് തന്നെയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് സെയിം നെയിം കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിലും നമുക്ക് മെയിൻ ചെയിൻ കൺസിഡർ ചെയ്യാം, ഇങ്ങനെയും കൊടുക്കാം 1 2 3 4 5. ഓക്കെ, താങ്ക് യു.